രൂപത്തിലുള്ള സുന്നി പണ്ഡിതന്മാരുണ്ടാക്കുന്ന ഓരോ ദിക്കറാണത്. ഖുർആനിലോ സുന്നത്തിലോ അങ്ങനത്തെ ദിക്കറുണ്ട്. വെറുതെ ഓരോന്ന് വെച്ചെട്ടിക്കാണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ഇതൊക്കെ തന്നെ ഞങ്ങൾ പറയുന്നത്. ഇങ്ങനെയുള്ള ഓരോ ശിർക്കിന്റെ പരിപാടികൾ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഈ ഇമാം റാസി അവിടെ ഇവിടെ പറഞ്ഞു അതൊന്നും ഇവിടെ പറഞ്ഞു തരാം. ഖുർആനിലോ സുന്നത്തിലോ ഈ ദിക്കറിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു അത് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ പറയാം. വെറുതെ അതൊന്നും പറഞ്ഞൊരു കാര്യം നടക്കില്ല. ഇമാം റാസി എന്ന് പറഞ്ഞ മഹാൻ നിങ്ങൾക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്ന ടിപ്പണിയോടുകൂടെയാണ് ആദ്യം വിശദീകരിച്ചത്. കാരണം ഖാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തിൽ ഇസ്ലാമിനെ സമുദ്ധരിക്കാൻ വേണ്ടി സമൂഹത്തിൽ പ്രചരിക്കുന്ന അനാചാരങ്ങളെയും അന്ധകാരത്തെയും അതുപോലെ സദാചാര തകർച്ചയെയും ഒക്കെ തകർത്തുകൊണ്ട് ശരിയായ സുന്നത്തിനെ സമൂഹത്തിന് പരിചയപ്പെടുത്താൻ നിയുക്തരായ നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണ് ഇമാം റാസി എന്ന് പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ KM മൗലവിയുടെ ഉദ്ധരണിയോടുകൂടെയാണ് മേൽ വിഷയം ഇവിടെ സമർപ്പിച്ചത്. പിന്നെ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഖുർആനിലോ ഹദീസിലോ ഉണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയ മേൽ പറയപ്പെട്ട ഇമാം റാസി തങ്ങള് തന്റെ മറ്റൊരു ഗ്രന്ഥമായ നവാമിഉൽ ബയ്യിനാത്ത് ഫീ ശർഇ അസ്മാഇല്ലാഹി വസിഫാത്ത് എന്ന് പറഞ്ഞ തന്റെ കിതാബിൽ വഫിൽ ഖബരി ഹദീസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയം സമൂഹത്തെ എത്തിക്കുന്നത്. അപ്പോൾ ഹദീസിൽ വന്നത് തന്നെയാണ് അത് നിങ്ങൾ തന്നെ അംഗീകരിച്ച ഇമാം റാസി വളരെ വ്യക്തമായും സ്പഷ്ടമായും പരിചയപ്പെടുത്തിയതാണ്. ആ ഹദീസ് ഒന്ന് വായിച്ചാൽ കൊള്ളാൻ വേണ്ടി ഏത് ഹദീസിലാണ് അങ്ങനെയുള്ള ദിക്റുള്ളത്? വഫിൽ ഖബരി എന്ന് പറഞ്ഞാൽ ഹദീസ് മാത്രമേ ഇവിടെ ഉള്ളൂ, അങ്ങനെ ഉണ്ടോ? വഫിൽ ഖബരി എന്നുള്ളത് ഈ ലാഗോരുന്ന ഈ മൂസാന്റെ ഖബർ എന്നുള്ള ഖബറല്ല. പിന്നെ നേരെ മറിച്ച് വഫിൽ ഖബരി എന്ന ഹദീസിൽ തന്നെയാണ്. അതിന് ഉപ നോക്കിയാൽ ഒരു പള്ളി തീർത്ത് പോകാനുള്ള സമയം കിട്ടണ്ടേ? അത് ഈ ഹൽമനാറും അതുപോലുള്ള പത്രങ്ങളൊക്കെ വഫിൽ ചേർന്നാൽ അറിയില്ല. നൊബത്തുൽ ഫിക്ർ അതുപോലുള്ള കിതാബുകളിലൊക്കെ കാണാം ഹദീസ് എന്നുള്ളതിന്റെ ഒരു പര്യായമായിട്ടും ഖബർ എന്നുള്ളതിന് ഉപയോഗിക്കും. ആ വഫിൽ ഖബരി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെടുത്തിയത്. ഹദീസ് വായിക്കില്ല, ഹദീസ് തന്നെ ഹദീസിൽ ഇങ്ങനെ സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് ഇമാം നബവി പറഞ്ഞു, അല്ല ഇമാം റാസി പറഞ്ഞതാണ്. അവിടെ ആ ഹദീസ് ഇമാം റാസി ഉദ്ധരിച്ചിട്ടില്ല. ഉദ്ധരിക്കാത്ത ഹദീസ് നമുക്ക് പറയാൻ കഴിയില്ല. ഹദീസിൽ ഉണ്ടെന്ന് റാസി പറയുന്നു. റാസി ആണെങ്കിൽ മുജദ്ദിദാണെന്ന് മുജാഹിദുകളും പറയുന്നു. അവർ രണ്ടും കൂടി കൂട്ടിയാൽ കൂടുതൽ നെറ്റീജകൾ ചാടും. വളരെ റെഡിയാണ്. പണ്ട് ഖുറാഫിയുണ്ട് വഹാബി അതിന്റെ പുസ്തകം ഞാനീ പറഞ്ഞത് അത് അവിടെ പോയി ഖാദിയാനി വാദകരണങ്ങൾ ഖുറാഫി അതിന്റെ കരുത്ത് എഴുതിയതല്ല. നിങ്ങളെ നേതാവ് നിങ്ങളെ പ്രസ്ഥാനം ഉണ്ടാക്കിയതിന് ശേഷം എഴുതിയതാണ് മുഹമ്മദ്.